നമുക്ക് തൽക്കാലം ബാംബു ഇലയൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ക്യാമറ ഹൈഡായിട്ടുണ്ട്. ശരി, ഇനി നമുക്കിതിലേക്ക് ബ്രാഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. ബ്രാഞ്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിതിലേക്ക് കൊണ്ടുവരാം. ബ്ലെൻഡറിൽ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. അതായത് ഒരു മെയിൻ ഫയലിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ മറ്റ് സബ് ഫയലുകളായിട്ട് തയ്യാറാക്കിയതിന് ശേഷം അവിടെ നിന്നും അതിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ റിസോഴ്സ് ഫോൾഡറിൽ ഇവിടെ branch.blend എന്നുള്ള ഫയൽ റിസോഴ്സ് ഫോൾഡർ തന്നിട്ടുണ്ട്. അത് തുറക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ അത് ബ്ലെൻഡർ തുറന്നു വരും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചിലപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം പഴയ വേർഷനിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കുക, അതിനകത്ത് ബ്ലെൻഡർ 3.1.2 എന്നുള്ള സെലക്ട് ചെയ്യുക. ഇതാണെങ്കിൽ പഴയ വേർഷനാണ്, അതിൽ റെഡിയായി വരില്ല. സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ബ്രാഞ്ച് ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചിനെ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം. അതിനായിട്ട് ഈ ബ്രാഞ്ച് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കോപ്പി ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കോപ്പി ചെയ്യാതാണ് എഡിറ്റ് കോപ്പി. എഡിറ്റിലേക്ക് കോപ്പി അല്ലെ, റൈറ്റ് ക്ലിക്ക് കോപ്പി ഒബ്ജക്റ്റ് എന്നുള്ള Ctrl+C പ്രസ് ചെയ്താലും മതിയാവും. Ctrl+C പ്രസ് ചെയ്ത് നമുക്കതിനെ കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ തുറക്കാം. ലൊക്കേഷൻ തുറന്നിട്ട് വ്യൂ പോയിൻ്റ് ടോപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെയൊക്കെ Ctrl+C എന്നുള്ളത് രീതിയിൽ Ctrl+V എന്നുള്ളത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+ഉം Vയും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അത് വരുന്നതായിട്ട് കാണാം. പിന്നെ സ്കെയിൽ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിനെ മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വേണമെങ്കിൽ ഇതിൻ്റെ കോപ്പി എടുത്ത് വെക്കാം. Shift+D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്ത് അതിനെ നമുക്ക് അതിൻ്റെ 2 3 ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. Shift+D പ്രസ് ചെയ്താൽ ഉടനെ എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാംബു തുറക്കാം. ബാംബു തുറക്കുമ്പോൾ ഈ രീതി വരും. ഇപ്പം ബാംബുവിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കാം. ഇതിൻ്റെ സ്കെയിൽ ചെയ്ത് അതിൻ്റെ വലിപ്പം കുറയ്ക്കാം. ഓക്കെ, ആ സ്കെയിൽ ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതിയാവും. ശരി, ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിനെ ഇവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3D കർസറിൻ്റെ സഹായത്തോടെ 3D കർസർ എടുക്കാം. എവിടേക്കാണോ ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം Shift+S7 പ്രസ് ചെയ്താൽ അത് ആ ഒരു പോർഷനിലേക്ക് വരുന്നതാണ്. ഇനിയും പല വ്യൂവിൽ നിന്നിട്ട് അത് കറക്റ്റാണോ നോക്കുക. വ്യൂ പോയിൻ്റ് ഫ്രണ്ട് നോക്കുക. ഇനിയും വ്യൂ പോയിൻ്റ് റൈറ്റ് നോക്കാം കറക്റ്റാണോ എന്ന്. അതുപോലെ വ്യൂ പോയിൻ്റ് ടോപ്പും നോക്കിയിട്ട് അത് കറക്റ്റാണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ബ്രാഞ്ചിനെ സെലക്ട് ചെയ്യാം. ഇതാദ്യം 3D കർസർ കൊണ്ടുവെക്കുന്നു. അതിനുശേഷം സെലക്ഷൻ എടുത്തതിന് ശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. Shift+S7 പ്രസ് ചെയ്താൽ അത് വരും. ഇനി നമുക്കിതിൻ്റെ ഒന്ന് തിരിക്കാനുമായിട്ട് റൊട്ടേറ്റ് Z ചെയ്തിട്ട് നമുക്ക് അതിനെ തിരിക്കാവുന്നതാണ്. റൊട്ടേറ്റ് Y പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് പൊക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇത് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കണമെങ്കിൽ മൂവ് ടൂൾ എടുത്തിട്ട് നീക്കി വെക്കാവുന്നതാണ്. അത് ടോപ്പ് വ്യൂവിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. വ്യൂ പോയിൻ്റ് ടോപ്പ് എടുത്തിട്ട് നമുക്കതിനെ നീക്കി വെക്കാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 6 കുറച്ച് നീക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിതിനെ ആവശ്യമായ ക്രമീകരണം നടത്താം. ഇനി അടുത്തതിനെയും നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നു. 3D കർസർ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നു. Shift+S7 പ്രസ് ചെയ്ത് കൊണ്ടുവരാം. റൊട്ടേറ്റ് Z പ്രസ് ചെയ്ത് നമുക്കതിനെ തിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. റൊട്ടേറ്റ് Y പ്രസ് ചെയ്തിട്ട് പൊക്കണമെങ്കിൽ പൊക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര ബ്രാഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് കുറച്ച് വെളിയോട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് കുറച്ച് അകത്തൊക്കെ നീക്കി വെക്കാം. അതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ സ്കെയിൽ ടൂൾ ഉപയോഗിച്ചിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മുളയെ തയ്യാറാക്കാം. ഇനി ഇവിടെ വീണ്ടും നമ്മൾ നേരത്തെ കൊടുത്ത ഇല അവിടെ ഉണ്ട്, ഇലയും അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാം. അങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ആദ്യം ഇലകൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കൊണ്ടുവച്ച ബ്രാഞ്ചുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാസ്റ്റിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് തണ്ടും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ലാസ്റ്റിൽ വേണം തണ്ട് സെലക്ട് ചെയ്യാൻ. ബാക്കി എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വേണം തണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒബ്ജക്റ്റ് ജോയിൻ എന്നുള്ള രീതിയിൽ Ctrl+J പ്രസ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് ജോയിൻ എന്നുള്ളത് പ്രസ് ചെയ്താൽ നമുക്ക് അതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരുപോലെ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇനിയിപ്പം നമ്മൾ മൂവ് ചെയ്യിച്ചാൽ ആ ഇലയും തണ്ടും എല്ലാം ഒരുമിച്ചായിരിക്കും പോകുന്നത്. നേരത്തെ നമ്മൾ മൂവ് ചെയ്തിരുന്നെങ്കിൽ അത് പലതും പല വഴിക്ക് പോയേനെയും ഇലയും ബ്രാഞ്ചും എല്ലാം വേറെ വേറെ ആയിട്ട് പോയേനെയും. ഇപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യാം. ഹൈഡ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം എവിടെയാണോ ഇതിന് ഫിറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഇതിനെ മാറ്റി വെക്കാം. തടി കഷ്ണവും കല്ലും ഒക്കെ നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം മുള എവിടേക്കാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ സ്കെയിൽ ചെയ്തിട്ട് വലിപ്പം കൂട്ടാവുന്നതാണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഓക്കെ, അപ്പോൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് നമുക്കിതിനെ കൊണ്ടുവെക്കാം. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ വെക്കാം. എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ മുള വേണ്ടത് അവിടേക്ക് കൊണ്ടുവെക്കാം. ഇനിയും ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത മുള തയ്യാറാക്കാം. അതിനെ വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ വേണമെന്ന് മാറ്റാം. RZ റൊട്ടേഷൻ മാറ്റി ചെയ്യാം. റൊട്ടേറ്റ് Y പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചരിവ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ എത്ര മുള വേണോ അത്രയും ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് അടുത്ത എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത മുള നമുക്ക് തയ്യാറാക്കാം. അത് മുളങ്കാട് പോലെ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വേണേലും ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ എത്ര മുള വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കി എവിടെയൊക്കെ വെക്കണം, എവിടെ വേണമെങ്കിലും നമുക്ക് മുള കൊണ്ട് വെച്ച് മുളങ്കാട് തയ്യാറാക്കാം. ഒത്തിരി വെച്ച് ഇതൊക്കെ എങ്ങനെ തയ്യാറാക്കാമെന്ന് മാത്രം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ വെക്കണ്ട, അത് പിന്നീടുള്ള അവസരങ്ങളിൽ അതൊക്കെ വെക്കാം. ആ രീതിയിൽ നമുക്കൊരു മുളങ്കാടും തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഓക്കെ.